മധുരം സായി ചരിതം. സായിറാം കൂട്ടുകാരെ, നിങ്ങൾക്ക് കഥകൾ കേൾക്കാൻ ഇഷ്ടമാണോ? മധുരം സായി ചരിതത്തിലൂടെ നമ്മുടെ എല്ലാമായ ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ കഥ നമുക്ക് കേൾക്കാം. പുട്ടപർത്തിയുടെ ഐതിഹ്യം. നമ്മുടെ ഭാരതത്തിലെ ആന്ധ്രാപ്രദേശിൽ ഗൊല്ലപ്പള്ളി എന്നൊരു സമ്പന്ന ഗ്രാമമുണ്ടായിരുന്നു. നിഷ്കളങ്കരായ ഗ്രാമീണർ, സമൃദ്ധമായ പുൽമേടുകൾ, നിറഞ്ഞൊഴുകുന്ന ചിത്രാവതി നദി. ഈ സമൃദ്ധിയെ, ശാന്തതയെ ഭഞ്ജിച്ച ഒരു സംഭവം ആ ഗ്രാമത്തിലുണ്ടായി. ഒരിക്കൽ ഒരു ഗോപാലൻ തൻ്റെ പശുവിൻ്റെ നിറഞ്ഞിരുന്ന അകിട് വറ്റിക്കിടക്കുന്നതായി കണ്ടു. പല ദിവസം ഇതാവർത്തിച്ചപ്പോൾ ആ പാൽ കള്ളനെ പിടികൂടാൻ അയാൾ തീരുമാനിച്ചു. മറ്റു പൈക്കൾക്കൊപ്പം മേയാൻ വിട്ട ഒരു പശു കൂട്ടം മാറി ഒറ്റയ്ക്ക് പോകുന്നത് അയാൾ കണ്ടു. രഹസ്യമായി അയാൾ പശുവിനെ പിന്തുടർന്നു. മൺപുറ്റുകളുള്ള ഒരു വിജനമായ സ്ഥലത്ത് പശു നിന്നു. ഏതാനും നിമിഷം കഴിഞ്ഞപ്പോൾ ഒരു സർപ്പം ആ പശുവിൻ്റെ പിൻകാലുകളിലൂടെ കയറി പാൽ കുടിക്കുന്നത് കണ്ടു. അത്യത്ഭുതകരമായ രംഗം. ഗോപാലന് അത് കണ്ടപ്പോൾ കോപം വന്നു. വലിയൊരു കല്ലെടുത്ത് സർപ്പത്തെ എറിഞ്ഞു. പിടഞ്ഞു വീണ് മരിക്കാൻ തുടങ്ങവേ ആ സർപ്പം ശപിച്ചു, ഈ ഗ്രാമത്തിൽ ഐശ്വര്യമില്ലാതാകട്ടെ. സർപ്പശാപം ഗൊല്ലപ്പള്ളി ഗ്രാമത്തെ തളർത്തി. പച്ചപ്പുൽ പരവതാനി വിരിച്ചിട്ടിരുന്ന കുന്നുകൾ മൊട്ടക്കുന്നുകളായി മാറി. വൃക്ഷങ്ങൾ ഉണങ്ങി പ്രേതം കണക്കി നിന്നു. നിരവധി മൺപുറ്റുകൾ, നാഗങ്ങൾ. അങ്ങനെ ഗൊല്ലപ്പള്ളി പുറ്റുകൾ വർദ്ധിച്ച സ്ഥലം എന്നർത്ഥം വരുന്ന പുട്ടവർദ്ധിനിയായി, പിന്നീട് പുട്ടപർത്തിയായി മാറി. ഭഗവാൻ ബാബ തൻ്റെ ദൗത്യത്തിനായി തിരഞ്ഞെടുത്ത ഈ സ്ഥലം ശുദ്ധീകരിക്കാനായി ആദ്യമെത്തിയത് വെങ്കാവധൂതൻ എന്ന സിദ്ധപുരുഷൻ. ലോകരക്ഷയ്ക്കായി പരംപൊരുൾ വീണ്ടും മാനവരൂപം സ്വീകരിക്കാൻ പോകുന്ന വിവരം അദ്ദേഹത്തിന് ജ്ഞാനദൃഷ്ടിയിൽ തെളിഞ്ഞു. ആ ദിവ്യ രഹസ്യം സ്വീകരിക്കാൻ യോഗ്യനായ ഒരാളെ അദ്ദേഹം കണ്ടെത്തി. അതാരാണെന്നോ? കൊണ്ടമ്മ രാജു. പുട്ടപർത്തിയിലെ നിഷ്കളങ്കനായ രാമലീലകൾ പാടി അതിൽ ആനന്ദം കാണുന്ന പുണ്യാത്മാവ്. ആശ്ചര്യം നിറഞ്ഞ പ്രേമത്തോടെ വെങ്കാവധൂതൻ കൊണ്ടമ്മയോട് പറഞ്ഞു, ഭൂമി ദേവി അതീവ ദുഃഖിതയാണ്. ധർമ്മം മറഞ്ഞിരിക്കുന്നു. അധർമ്മത്തിൻ്റെ ഭാരം അസഹനീയമായിരിക്കുന്നു. ശ്രീനാരായണൻ വരും. ഈ ഗ്രാമത്തിൽ അവിടുന്ന് ലീലകളാടും. ആ സച്ചിദാനന്ദത്തെ താലോലിക്കാനും ആനന്ദിക്കാനും നിനക്ക് യോഗമുണ്ട്. നിന്റെ ഗൃഹത്തിൽ അത് സംഭവിക്കും. ആ വാർത്ത കൊണ്ടമ്മ രാജു ഉൾപുളകത്തോടെ കേട്ടു. ആനന്ദാശ്രുക്കൾ ഒഴുക്കി. നടന്നു നീങ്ങുന്ന വെങ്കാവധൂതനെ നോക്കിക്കൊണ്ട് കൊണ്ടമ്മ രാജുവിൻ്റെ മനം മന്ത്രിച്ചു, സത്യമോ? അത് സംഭവിക്കുമോ? എൻ്റെ കൊച്ചു വീട്ടിൽ ജഗദീശ്വരൻ അവതരിക്കുമെന്നോ? കൊണ്ടമ്മ രാജുവിൻ്റെ ഭക്തി പൂർവാധികം വർദ്ധിച്ചു. സദാ ഈശ്വര ചിന്തയിലാണ്ടു. ഒരിക്കൽ മയങ്ങവേ കൊണ്ടമ്മ രാജുവിന് ശ്രീകൃഷ്ണ വല്ലഭയായ സത്യഭാമാദേവിയുടെ ദിവ്യദർശനം ലഭിച്ചു. ഭഗവാനെ കാണാതെ അതീവ ദുഃഖിതയായ ദേവിയെ ആണ് സ്വപ്നത്തിൽ കണ്ടത്. തനിക്ക് ഇരിക്കാനൊരിടം നൽകാൻ സത്യഭാമാദേവി കൊണ്ടമ്മ രാജുവിനോട് ആവശ്യപ്പെട്ടു. ഉറക്കമുണർന്ന കൊണ്ടമ്മ രാജു സത്യഭാമാദേവിക്കായി ഒരു ക്ഷേത്രം പണിയാൻ തീരുമാനിച്ചു.
താമസിയാതെ ക്ഷേത്ര നിർമ്മാണം പൂർത്തിയായി. കൊണ്ടമ്മയ്ക്ക് 2 മക്കൾ, പെദ്ദ വെങ്കപ്പരാജുവും ചിന്ന വെങ്കപ്പരാജുവും. പിതാവിൻ്റെ സരളതയും ഭക്തിയും മക്കൾക്കും ലഭിച്ചിരുന്നു. ഒരിക്കൽ കോളമിഗുണ്ടല എന്ന ഗ്രാമത്തിലേക്ക് കൊണ്ടമ്മരാജുവും മൂത്ത മകനും യാത്രയായി. കവർച്ചക്കാരുടെ വിഹാര കേന്ദ്രമായ ആ സ്ഥലം ദുരിതഭൂമിയായിരുന്നു. ആ ഗ്രാമത്തിൽ നിന്ന് തൻ്റെ ബന്ധുക്കളെ സ്വന്തം ഗ്രാമത്തിലേക്ക് കൊണ്ടുപോരാനായിരുന്നു കൊണ്ടമ്മയും മകനും യാത്ര ചെയ്തത്. ബന്ധുവായ സുബ്ബരാജുവിനോട് ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഗ്രാമം വിടാൻ സമ്മതമായിരുന്നെങ്കിലും തൻ്റെ മൂത്ത മകളായ നാമഗിരി അമ്മയുടെ വിവാഹത്തെ ബാധിക്കുമോ എന്ന ശങ്ക ഉണ്ടായിരുന്നു. ഇതു കേട്ട കൊണ്ടമ്മരാജു സമ്മതമെങ്കിൽ തൻ്റെ മൂത്ത മകനെ മകളായ നാമഗിരി അമ്മയ്ക്ക് വിവാഹം കഴിച്ചു കൊടുക്കാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞ് പെദ്ദ വെങ്കപ്പരാജുവും നാമഗിരി അമ്മയും വിവാഹിതരായി. വെങ്കാവധൂതന്റെ പ്രവചനത്തിൽ വിശ്വസിച്ച കൊണ്ടമ്മരാജു തൻ്റെ മരുമകളുടെ പേര് ഈശ്വരാംബ എന്നാക്കി. ഈശ്വരാംബയ്ക്കും പെദ്ദ വെങ്കപ്പരാജുവിനും 3 മക്കളുണ്ടായി. ഒരാൺകുട്ടിയും 2 പെൺകുട്ടികളും. പിന്നീട് ഈശ്വരാംബയ്ക്ക് 4 തവണ ഗർഭം അലസിപ്പോയി. ഒരാൺകുഞ്ഞു കൂടി വേണമെന്ന് ഈശ്വരാംബ അതിയായി ആഗ്രഹിച്ചു. ഒരു പുലർക്കാലെ ഈശ്വരാംബ കിണറ്റിൻ കരയിലേക്ക് വെള്ളമെടുക്കാൻ പോയി. തിരുനാമവും ചൊല്ലി വെള്ളം കോരിക്കൊണ്ടിരിക്കുമ്പോൾ അതാ ഒരു നീലപ്രകാശഗോളം തന്നെ സമീപിക്കുന്നതായി കണ്ടു. അവർ പകച്ചുപോയി. അടുത്ത നിമിഷം ആ വെളിച്ചം ഈശ്വരാംബയെ സ്പർശിച്ചു. ഈശ്വരാംബ ബോധരഹിതയായി. തനിക്കുണ്ടായ അനുഭവം ഈശ്വരാംബ അപ്പോൾ ആരോടും പറഞ്ഞില്ല. പിന്നീട് ഭർതൃമാതാവായ ലക്ഷ്മമ്മയോട് മാത്രം പറഞ്ഞു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഈശ്വരാംബ ഭർതൃമാതാവിനോട് താൻ ഗർഭിണിയാണ് എന്ന് അറിയിച്ചു. കൊണ്ടമ്മരാജുവിന് വളരെയേറെ സന്തോഷമായി. വെങ്കാവധൂതന്റെ പ്രവചനം സത്യമാവാൻ പോകുന്നു എന്ന് അദ്ദേഹത്തിന് തോന്നി. അസാധാരണ സംഭവങ്ങൾ ആ ഗൃഹത്തിൽ നടന്നു. രാത്രിയിൽ ഗ്രാമം നിശബ്ദമായിരിക്കുമ്പോൾ അതിമധുരമായ വാദ്യോപകരണങ്ങളുടെ നാദമുയരുന്നു. ഭയന്നുപോയ വെങ്കപ്പരാജു ഒരു ജ്യോത്സ്യനെ കണ്ട് പ്രശ്നം വെപ്പിച്ചു. പിറക്കാൻ പോകുന്ന ദിവ്യ ശിശുവിനെ ആരാധിക്കാൻ ദേവതകൾ സംഗീതാർച്ചന നടത്തുകയാണ് എന്നാണ് ജ്യോത്സ്യൻ പറഞ്ഞത്. 1926 നവംബർ 23 അക്ഷയ വർഷം, കാർത്തിക മാസം, തിങ്കളാഴ്ച ദിവസം, നക്ഷത്രം തിരുവാതിര. പുലർച്ചെ മണി 3 അടിച്ചു. മഹാപ്രഭുവിൻ്റെ ഭൂലോക ആഗമനത്തിനുള്ള മുഹൂർത്തം നിശ്ചയിക്കപ്പെട്ടു. ശ്രീ ഭഗവാൻ വേദോദ്ധാരണത്തിനായി പുട്ടപർത്തിയിൽ അവതരിച്ചു. ആ നിമിഷം മന്ദിരത്തിൽ നിന്നും മണി മുഴങ്ങി, ശംഖനാദമുയർന്നു. കൂട്ടുകാരെ, നമ്മുടെ ഭഗവാൻ പിറന്നിരിക്കുന്നു. ഈ ചില്ലത്തിൽ ദിവ്യ ചൈതന്യം നിറഞ്ഞു നിന്നിരുന്നു. ദിവ്യനായ നവജാത ശിശുവിനെ താഴെ വിരിച്ചിട്ടിരിക്കുന്ന വിരിയിൽ കിടത്തി. പെട്ടെന്ന് തുണിയൊന്ന് പിടഞ്ഞു. കുഞ്ഞിനെ പൊടുന്നനെ വാരിയെടുത്തു. മറ്റൊരാൾ വിരിയെടുത്തു മാറ്റി. അതാ വൃത്താകൃതിയിൽ ചുറ്റിക്കിടക്കുന്ന ഒരു സർപ്പം. ആദിശേഷൻ ശ്രീമൻ നാരായണനുള്ള തൽപ്പം ആ കൊച്ചു വീട്ടിൽ ഒരുക്കിയിരിക്കുന്നു. ഒരിക്കൽ നമ്മുടെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, സമസ്ത സിദ്ധികളും സ്വാമിയുടെ നിയന്ത്രണത്തിന് കീഴിൽ
എന്നതിൻ്റെ പ്രതീകമായിരുന്നു ആ സർപ്പത്തിന്മേലുള്ള ശയനമെന്ന്. കുറച്ച് കഴിഞ്ഞാണ് ഈശ്വരാമ്പയ്ക്ക് ഒരു കാര്യം ഓർമ്മ വന്നത്. കുഞ്ഞിതുവരെ കരഞ്ഞിട്ടില്ല. വേവലാതിയോടെ ആരും കാണാതെ ഈശ്വരാമ്പ കുഞ്ഞിൻ്റെ അതിമൃദുലമായ തുടയിൽ ഒന്നു നുള്ളി. കുഞ്ഞാകട്ടെ പുഞ്ചിരിക്കുന്നു. വിശ്വം മയക്കുന്ന ദിവ്യ മന്ദഹാസം. നേരം പുലർന്നു. നവജാത ശിശുവിനെ കാണാൻ ഗ്രാമീണരെല്ലാവരും വന്നുകൊണ്ടേയിരുന്നു. കുഞ്ഞിനെ കണ്ടവർക്കൊക്കെ പറഞ്ഞറിയിക്കാനാകാത്ത സന്തോഷം. പുട്ടപർത്തിയുടെ ജാതകം തിരുത്തി കുറിക്കപ്പെട്ടു. അതിൻ്റെ ലക്ഷണങ്ങൾ കാണപ്പെട്ടു തുടങ്ങി. ഈശ്വരാമ്പ സുതനെ സേവിക്കാനായി ലക്ഷ്മി ദേവിയും വന്നണഞ്ഞു. ഗോദാനം മെച്ചപ്പെട്ടു തുടങ്ങി. പുൽമേടുകളിൽ പച്ചപ്പ് വിരിഞ്ഞു. വൃക്ഷങ്ങളിൽ ഫലങ്ങൾ നിറഞ്ഞു. രോഗാദി ദുരിതങ്ങൾ കുറഞ്ഞു വന്നു. ചിത്രാവതിയിൽ വെള്ളം നിറഞ്ഞു. സർപ്പങ്ങളുടെ ഉപദ്രവം കുറഞ്ഞു തുടങ്ങി. ദിവ്യ ശിശുവിന് പേരിടണ്ടേ? നാമകരണ വേളയിൽ പേരിനായി ആർക്കും തിരയേണ്ടി വന്നില്ല. സത്യനാരായണ വ്രതത്തിന് പ്രസാദമായി ലഭിച്ച ആ ദിവ്യ സമ്മാനത്തിന് സത്യനാരായണ രാജു എന്ന് തന്നെ പേരിട്ടു. ഭഗവാന്റെ ദിവ്യജനനത്തിൻ്റെ കഥ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായോ? ഇനി വരുന്ന എപ്പിസോഡുകളിൽ അതിരസകരമായ ലീലകളെപ്പറ്റി നമുക്ക് കേൾക്കാം. സായിറാം.